G20 ഉച്ചകോടി നവംബർ 18-19 തീയതികളിലായി ബ്രസീലിൽ നടക്കുകയാണ്. ബ്രസീലിൽ നടക്കുന്ന ഈ ഉച്ചകോടിയുടെ മുന്നോടിയായിട്ട് ഓക്സ്ഫാമിൻ്റെ ഏറ്റവും പുതിയ ലോകത്തെ അസമത്വത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണ് ഓക്സ്ഫാമിൻ്റെ ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഡിവൈഡ് അകലം കൂടി വരുന്നതിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള റിപ്പോർട്ടുകളും ലോകത്തിൻ്റെ മുമ്പാകെ ഈ സന്നദ്ധ സംഘടന അറിയിച്ചിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട് നമ്മൾ കാണുന്നത് ലോകത്തെ 1% വരുന്ന അതിസമ്പന്നരുടെ സ്വത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ $42 ലക്ഷം കോടി കണ്ട് ഉയർന്നു എന്നാണ്. അതായത് 10 വർഷത്തിനുള്ളിൽ അവരുടെ 1% വരുന്ന അതിസമ്പന്നരുടെ ശതകോടീശന്മാരുടെ സ്വത്ത് $42 ലക്ഷം കോടി കണ്ട് ഉയർന്നിരിക്കുകയാണ്. ഈ കണക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലോകത്തെ അതിദരിദ്രരായിട്ടുള്ള 50% ആളുകൾ ഈ 10 വർഷത്തിനിടയിൽ സമാഹരിച്ച മൊത്തം സ്വത്തിൻ്റെ 36 ഇരട്ടിയാണ്. അപ്പോൾ 50% വരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി 10 വർഷത്തിൽ സമാഹരിക്കാൻ കഴിഞ്ഞ സ്വത്തിൻ്റെ 36 ഇരട്ടിയാണ് അതിസമ്പന്നരായ 1% പേർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ സമ്പാദിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന സ്വത്തിൻ്റെ കാര്യത്തിലുള്ള, പണത്തിൻ്റെ കാര്യത്തിലുള്ള, അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ കാര്യത്തിലുള്ള ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ഡിവൈഡ്, അല്ലെങ്കിൽ പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അകലം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൻ്റെ നേർചിത്രമാണ് ഓക്സ്ഫാമിൻ്റെ ഈ റിപ്പോർട്ട് നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന ശതകോടീശ്വരന്മാരിൽ 1% വരുന്ന ശതകോടീശ്വരന്മാരിൽ അല്ലെങ്കിൽ അതിസമ്പന്നരുടെ 80%വും അധിവസിക്കുന്നത് G20 രാജ്യങ്ങളിലാണ്. അതുകൊണ്ടാണ് G20 രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് മുമ്പായിട്ട് അവരുടെ പരിഗണനയിലേക്ക് വരുന്നതിന് വേണ്ടി ഓക്സ്ഫാം ഈ റിപ്പോർട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഏറ്റവും വലിയ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇവർ നൽകുന്ന നികുതി എത്രയാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്, ഗവൺമെൻറ്റുകൾക്ക്, എല്ലാ രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങൾക്കും ഗവൺമെൻറ് സേവനങ്ങളും എല്ലാ രീതിയിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ നൽകുന്ന നികുതി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഈ അതിസമ്പന്നർ നൽകുന്ന നികുതി തങ്ങളുടെ സ്വത്തിൻ്റെ കേവലം 0.5%. അതായത് 0.5% തങ്ങളുടെ മൊത്തം സ്വത്തിൻ്റെ കേവലം 0.5% ഇവർ നികുതിയായി നൽകുന്നത്. അതേസമയത്ത് താഴോട്ട് വരുമ്പോൾ ശരാശരി ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു ശരാശരി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ G20 രാജ്യങ്ങളിൽ തന്നെ അവർ നൽകുന്നത് അവരുടെ മൊത്തം സമ്പത്തിൻ്റെ 20%. അപ്പോൾ 0.5% നികുതിയാണ് ഈ അതിസമ്പന്നർ നൽകുന്നത്. 20% നികുതി പാവപ്പെട്ടവരും സാധാരണക്കാരും നൽകേണ്ടി വരുന്നു. അപ്പോൾ ഇത് വലിയ തോതിലുള്ളൊരു ഇൻകം ഡിസ്പാരിറ്റി, ഇൻകത്തിലുള്ള ഒരു വലിയ അസമത്വം, വരുമാനത്തിലും സമ്പത്തിലുമുള്ള ഒരു വലിയ അസമത്വം ലോകത്തിന് മുമ്പാകെ സൃഷ്ടിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ഓക്സ്ഫാമിൻ്റെ വിദഗ്ധർ പറയുന്നത്, ഈ G20 രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളോട് അവർ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ ഇനിയും സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് മാനവരാശിയുടെയും ഈ ഭൂമിയുടെ തന്നെയും അന്ത്യത്തിലേക്ക് ഈ അസമത്വം നയിക്കും എന്നാണ് അവർ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ബ്രസീലിൻ്റെ പ്രസിഡന്റ് ലുല ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തവണ നവംബർ 18-19 തീയതികളിൽ നടക്കുന്ന ഈ പറയുന്ന G20 ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ അസമത്വം തന്നെയായിരിക്കും. ഈ സ്വത്തിൻ്റെ കാര്യത്തിലുള്ള ഭീമാകാരമായ ഈ ഡിവൈഡ് പരിഹരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പ്രസിഡന്റ് ലുല പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഓക്സ്ഫാം മുന്നോട്ട് വയ്ക്കുന്ന ഈ G20 രാജ്യങ്ങളോട് ഓക്സ്ഫാം പറയുന്നത്, നിങ്ങൾ കുറഞ്ഞത് ഈ 0.5% നികുതി എന്ന് പറയുന്നത് 8% എന്ന തോതിലേക്ക് ഉയർത്താൻ കഴിയണം എന്നാണ്. കാരണം
ഈ അതിസമ്പന്നർ തങ്ങളുടെ സുഖകരമായ കാര്യങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെൻറ് സൃഷ്ടിക്കുന്ന ഫെസിലിറ്റികൾ ഉപയോഗിക്കുകയാണ്. പക്ഷെ അവർ നൽകുന്ന പേയ്മെൻറ്റ്, അവർ നൽകുന്ന പണം, അവർ നൽകുന്ന വിഹിതം പരിശോധിക്കുമ്പോൾ കേവലം 0.5%. അതുകൊണ്ട് വെൽത്ത് ടാക്സ് എന്നുള്ള രീതിയിൽ ഒരു 8% ഇവരുടെ സമ്പത്തിൽ നിന്നും പിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഓക്സ്ഫാം ഇവരുടെ മുമ്പോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഈ പണപരമായിട്ടുള്ള സമ്പത്തിൻ്റെ കാര്യത്തിലുള്ള, സ്വത്തിൻ്റെ കാര്യത്തിലുള്ള ഈ വലിയ തോതിലുള്ള ഈ റിച്ച് ക്ലാസ്സും പൂർ ക്ലാസ്സും തമ്മിലുള്ള ഈ ഡിവൈഡ് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഒരു വലിയ റെപ്രക്കഷൻസിലേക്ക്, വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് ലോകത്തെ നയിക്കുമെന്നും ഈ ഭൂമുഖത്തിൻ്റെ തന്നെ, ഈ ഭൂഗോളത്തിൻ്റെ തന്നെ തകർച്ചയിലേക്ക് അത് കൊണ്ടുവന്ന് എത്തിക്കാം എന്നുള്ള സൂചനയാണ് ഓക്സ്ഫാം റിപ്പോർട്ടിലൂടെ അവർ നൽകുന്നത്. ഇന്ത്യയുടെ കാര്യത്തിലും ഈ ഡിവൈഡ് വല്ലാതെ വർദ്ധിക്കുകയാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ അടുത്ത ചില ലക്കങ്ങളിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.